UDF മുന്നണി പ്രവേശനത്തിന് മുന്നോടിയായി ശക്തി തെളിയിക്കാനുള്ള അവസാന അവസരത്തിലും PV അൻവർ പരാജയപ്പെട്ടിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകം രൂപവൽക്കരിച്ച് അതുവഴി UDFന്റെ ഘടകകക്ഷിയായി രാഷ്ട്രീയ ഭാവി ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ അൻവർ വിളിച്ചു ചേർത്ത തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന പ്രതിനിധി സമ്മേളനം UDFിലേക്കുള്ള അൻവറിന്റെ വഴി അടയ്ക്കുകയാണ്. എങ്ങനെയും UDFന്റെ ഭാഗമാകാൻ ലക്ഷ്യമിട്ട് അൻവർ തൃണമൂൽ കോൺഗ്രസ് രാജ്യസഭാ കക്ഷി നേതാവ് ഡെറിക് ഒബ്രിയാനെയും ലോക്സഭാ അംഗം മഹുവ മൊയ്ത്ര MPയെയും എത്തിച്ചു നടത്തിയ സമ്മേളനമാണ് ഫലത്തിൽ അൻവറിന്റെ സാധ്യതകൾക്ക് തന്നെ തിരിച്ചടിയായി മാറിയത്. സാമുദായിക സംഘടനാ നേതാക്കളെ കണ്ട് അവരുടെ പിന്തുണയിൽ UDFിലേക്ക് എത്താനുള്ള തന്ത്രമാണ് ആദ്യം അൻവർ പയറ്റിയത്. കാന്തപുരം AP അബൂബക്കർ മുസല്യാരുടെ പിന്തുണയുണ്ടെന്ന് അവകാശപ്പെട്ട PV അൻവർ തന്നെ അറിയിക്കുകയോ അനുമതി വാങ്ങുകയോ ചെയ്യാതെയാണ് PV അൻവറും തൃണമൂൽ കോൺഗ്രസ് നേതാക്കളും മർക്കസ് നോളജ് സിറ്റി സന്ദർശിക്കാൻ എത്തുന്നതെന്ന കാന്തപുരത്തിന്റെ പ്രസ്താവന ആദ്യത്തെ തിരിച്ചടിയായി. കാന്തപുരം വിഭാഗത്തിന് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി പരസ്യമായി അടുപ്പമില്ലാത്തതിനാൽ തങ്ങളോട് ഒപ്പം കൂടാനുള്ള സാധ്യതയുണ്ടെന്ന വിലയിരുത്തലാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയത്. കാന്തപുരം ഡൽഹിയിലായതിനാൽ സന്ദർശനവും നടന്നില്ല. കോഴിക്കോട് താമരശ്ശേരി ബിഷപ്പുമാരെ നേതാക്കൾക്കൊപ്പം സന്ദർശിച്ചെങ്കിലും സഭാ നേതൃത്വവും പ്രതീക്ഷിച്ച പിന്തുണ അൻവറിന് നൽകിയില്ല. അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള മഞ്ചേരിയിലെ PVR മെട്രോ വില്ലേജിൽ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ ഭരണഘടനയും സംഘപരിവാറും സെമിനാറിൽ കോൺഗ്രസ് നേതാക്കളെ ക്ഷണിച്ചിരുന്നെങ്കിലും അവരാരും എത്തിയുമില്ല. മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, സണ്ണി ജോസഫ് MLA എന്നിവരെയാണ് സെമിനാറിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് അവർ അൻവറിനോട് സമ്മതം മൂളുകയും ചെയ്തുവെന്നാണ് അറിയുന്നത്. എന്നാൽ തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ നടക്കുന്ന സെമിനാറിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് ഹൈക്കമാൻഡ് തന്നെ നിർദ്ദേശം നൽകിയതോടെയാണ് ഇരുവരും പങ്കെടുക്കാതെയിരുന്നത്. മുസ്ലിം ലീഗിൽ നിന്നാകട്ടെ മഞ്ചേരി MLA അഡ്വക്കേറ്റ് UA ലത്തീഫും മണ്ണാർക്കാട് MLA N ഷംസുദ്ദീനും പങ്കെടുത്തെങ്കിലും കോൺഗ്രസ് നേതാക്കൾ യോഗ ബഹിഷ്കരണം നടത്തിയത് അൻവറിന് തിരിച്ചടിയാണ്. മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ തൃണമൂൽ നേതാക്കളായ ഡെറിക് ഒബ്രിയാൻ, മഹുവ മൊയ്ത്ര എന്നിവർക്കൊപ്പം അൻവർ കണ്ടെങ്കിലും അത് കേവലം സൗഹൃദ സന്ദർശനം മാത്രമായി ഒതുങ്ങി. തൃണമൂൽ കോൺഗ്രസിന് UDF അംഗത്വം നൽകണമെന്നതടക്കം ഒരാവശ്യവും ഇരു നേതാക്കളും തങ്ങളോട് പങ്കുവച്ചതുമില്ല. തൃണമൂലിനൊപ്പം ചേരാൻ ഡിസംബറിൽ തന്നെ തീരുമാനിച്ചിരുന്നതാണ്. എന്നാൽ അതിനേക്കാൾ പ്രധാനമായിരുന്നു അൻവറിന് കേരളത്തിൽ UDFിനൊപ്പം ചേരാനുള്ള നീക്കങ്ങൾ. വനനിയമ ഭേദഗതിക്കെതിരായ PV അൻവർ MLAയുടെ പര്യടനവും അതിനിടെയുണ്ടായ അറസ്റ്റും ജയിൽവാസവും ഒക്കെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കി. അൻവർ UDFിനൊപ്പം ചേരുന്നതിൽ കാര്യമായ പിന്തുണയുള്ളത് ലീഗിന്റെ ഭാഗത്തു നിന്നാണ്. കോൺഗ്രസിൽ ഒരു വിഭാഗത്തിനും UDFിലെ ചില ചെറു കക്ഷികൾക്കും താല്പര്യക്കുറവുണ്ടായി. എന്നാൽ ഇപ്പോൾ അത്തരം എതിർപ്പുകൾ മുക്കാൽ പങ്കും അവസാനിച്ചിട്ടുണ്ടെങ്കിലും സെമിനാറിൽ നിന്നും നേതാക്കൾ വിട്ടുനിന്നത് സംശയം പരത്തുന്നുണ്ട്. കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ ചില നേതാക്കൾക്കും അൻവറിനോട് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. നേതാക്കളുമായുള്ള ചർച്ചകളിലൂടെ എന്നാൽ എതിർപ്പുകൾ ഇപ്പോൾ കാര്യമായി കുറഞ്ഞിട്ടുമുണ്ട്. സെമിനാറിൽ BJPയെ പ്രതിരോധിക്കാൻ കഴിയുന്നത് കോൺഗ്രസിനല്ല, മറിച്ച് തൃണമൂൽ കോൺഗ്രസിനാണെന്ന ഡെറിക് ഒബ്രിയാന്റെ പ്രസംഗവും കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസും BJPയും നേരിട്ട് മത്സരിക്കുന്നതിനിടയിൽ കേവലം 10% സ്ഥലത്ത് മാത്രമേ കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്നുള്ളൂവെന്നും തൃണമൂലാകട്ടെ BJPക്കെതിരെ 70% സീറ്റുകളിലും വിജയിക്കുന്നുവെന്നും പറഞ്ഞാണ് ഡെറിക് കോൺഗ്രസിനെ കുത്തിയത്. CPMന് നേരെയും ഡെറിക് ഒബ്രിയാൻ രംഗത്ത് വന്നു. തൃണമൂൽ കോൺഗ്രസിനെ UDFിൽ എടുക്കുന്നത് കോൺഗ്രസിന് ദോഷകരമാകുമെന്ന വികാരമാണ് മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നേരത്തെ പരസ്യമായി പ്രകടിപ്പിച്ചത്. കോൺഗ്രസ് പ്രവർത്തകർ തൃണമൂലിലേക്ക് പോകുമെന്നും അത് കോൺഗ്രസിനായിരിക്കും ക്ഷീണമാവുക എന്നതുമായിരുന്നു മുല്ലപ്പള്ളിയുടെ പ്രതികരണം. അത് ശരിവെക്കുന്നതായിരുന്നു സെമിനാറിലെ തൃണമൂൽ ദേശീയ നേതാവിന്റെ വാക്കുകളും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിച്ച മലയോര സമരയാത്രയിൽ നിലമ്പൂരിൽ പങ്കെടുത്ത PV അൻവർ വന്യജീവി പ്രശ്നത്തിൽ പ്രതിപക്ഷത്തിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ സെമിനാറിലാകട്ടെ കേരളത്തിലെ വന്യജീവി പ്രശ്നം തൃണമൂൽ കോൺഗ്രസ് ഏറ്റെടുത്തെന്നാണ് രാജ്യസഭാ കക്ഷി നേതാവായ ഡെറിക് ഒബ്രിയാൻ പ്രഖ്യാപിച്ചത്. കേരളത്തിൽ പാർട്ടിയെ കെട്ടിപ്പടുക്കലാണ് ലക്ഷ്യമെന്നും മുന്നണിയെപ്പറ്റി ചിന്തിച്ചിട്ടില്ലെന്നുമാണ് ഡെറിക് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും മികച്ച വോട്ടിംഗ് ശതമാനം നേടി ദേശീയ പാർട്ടി എന്ന നിലയിലേക്ക് ഉയരാനുള്ള സാധ്യതയാണ് തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം നോക്കുന്നത്. കേരളത്തിൽ CPMലെ അസംതൃപ്തരെയും കോൺഗ്രസ് അസംതൃപ്ത നേതാക്കളെയും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഇരു പാർട്ടികളിൽ നിന്നും അറിയപ്പെടുന്ന ആരും തൃണമൂലിലേക്ക് എത്തിയിട്ടുമില്ല. സെമിനാറിൽ പങ്കെടുക്കാമെന്ന് ഏറ്റിരുന്ന ബത്തേരി ബിഷപ്പ് ഡോക്ടർ ജോസ് മാർ തോമസും താമരശ്ശേരി ബിഷപ്പ് മാർ
റെമിജിയോസ് ഇഞ്ചനാനയിലും എത്താതിരുന്നതും ആശംസാ സന്ദേശം മാത്രം അയച്ചതും അൻവറിന് സഭകളുടെ പിന്തുണ ഇല്ലെന്നതിനും തെളിവാണ്. നേരത്തെ സെമിനാറിലും പ്രതിനിധി സമ്മേളനത്തിലും 15,000 പേർ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ 1000-ൽ താഴെ പേർ മാത്രമാണ് എത്തിയത്. സാമുദായിക സംഘടനകളുടെ പിന്തുണ നേടാൻ അൻവറിന് കഴിയാതിരുന്നതും കോൺഗ്രസ് നേതാക്കളുടെ ബഹിഷ്കരണവുമാണ് അൻവറിന്റെ UDF പ്രവേശനത്തിന് വിലങ്ങുതടിയാകുന്നത്. തൃണമൂൽ ദേശീയ നേതാക്കൾ കോൺഗ്രസിനെ പരസ്യമായി വിമർശിച്ചതും കോൺഗ്രസ് നേതൃത്വം ഗൗരവത്തിലെടുത്തിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയിൽ സഖ്യകക്ഷിയാണെങ്കിലും ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും ചേരിതിരിഞ്ഞാണ് മത്സരിച്ചത്. തൃണമൂൽ കോൺഗ്രസിനെതിരെ CPM-മായി സഖ്യമായാണ് കോൺഗ്രസ് മത്സരിച്ചത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം മമതാ ബാനർജി ഇതുവരെ അംഗീകരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. പല സുപ്രധാന കാര്യങ്ങളിലും ഇന്ത്യ മുന്നണിക്കെതിരായ നിലപാടാണ് തൃണമൂൽ കോൺഗ്രസ് പാർലമെന്റിൽ സ്വീകരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിൽ UDF സഖ്യകക്ഷിയാക്കിയാൽ അത് ദേശീയതലത്തിൽ തിരിച്ചടിയാകുമെന്ന ആശങ്കയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനുള്ളത്. കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, UDF കൺവീനർ MM ഹസൻ എന്നിവരും തൃണമൂലിനെ സഖ്യകക്ഷിയാക്കേണ്ടതില്ലെന്ന നിലപാടുകാരാണ്. അൻവർ പലതവണ ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളെ കണ്ടിട്ടും UDF-ൽ എടുക്കണമെന്ന ആവശ്യം മുസ്ലിം ലീഗ് ഉന്നയിച്ചിട്ടില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ലീഗിന്റെ സീറ്റായ മഞ്ചേരിയോ തിരുവമ്പാടിയോ ആണ് അൻവർ ചോദിക്കുന്നത്. ഇത് രണ്ടും നൽകാനാവില്ലെന്ന നിലപാടാണ് ലീഗിനുള്ളത്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ PV അൻവർ പൊന്നാനി മണ്ഡലത്തിൽ ലീഗിലെ ET മുഹമ്മദ് ബഷീറിനെതിരെ ഇടത് സ്വതന്ത്രനായി മത്സരിച്ചിട്ടും 2 ലക്ഷത്തോളം വോട്ടുകൾക്ക് തോൽക്കുകയായിരുന്നു. ഇടത് MLA സ്ഥാനം വെടിഞ്ഞെത്തിയ മഞ്ഞളാംകുടി അലിയെ പച്ചപ്പരവതാനി വിരിച്ച് സ്വീകരിച്ച് മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് 5ാം മന്ത്രിയാക്കിയ ലീഗിന് പക്ഷേ രാജിവെച്ച അൻവറിനെ സ്വീകരിക്കുന്നതിൽ 2 അഭിപ്രായമാണുള്ളത്. അൻവറിനെ ഒപ്പം കൂട്ടണമെന്ന് PV അബ്ദുൽ വഹാബ് MPയും UA ലത്തീഫ് MLAയും വാദിക്കുമ്പോൾ അത് തലവേദനയാകുമെന്ന അഭിപ്രായമാണ് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിക്കും PK ബഷീർ MLAയ്ക്കും ഉള്ളത്. അതിനാൽ UDF പ്രവേശനത്തിൽ കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്ന നിലപാടാണ് ലീഗിനുള്ളത്. എന്നാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം ഒരു ഉറപ്പും അൻവറിന് നൽകിയിട്ടുമില്ല. അൻവർ രാജിവെച്ച നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയി മത്സരിക്കുകയാണെങ്കിൽ പിന്തുണയ്ക്കുമെന്ന PV അൻവറിന്റെ പ്രസ്താവന കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കിയിരുന്നു. ആര്യടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായാലും പിന്തുണയ്ക്കുമെന്ന് പിന്നീട് അൻവർ തിരുത്തിയെങ്കിലും കോൺഗ്രസിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. നിലമ്പൂരിൽ മത്സരിക്കാനാണോ അൻവറിന്റെ നീക്കമെന്നതും കോൺഗ്രസ് നേതൃത്വം സംശയിക്കുന്നുണ്ട്. അതിനാൽ UDF പ്രവേശനത്തിൽ തിടുക്കപ്പെട്ട തീരുമാനം വേണ്ടെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. MV ശ്രേയാംസ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള RJDയെയും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെയും ഒപ്പം കൊണ്ടുവരാനുള്ള ചർച്ചകൾക്കാണ് കോൺഗ്രസ് നേതൃത്വം പ്രാധാന്യം നൽകുന്നത്. ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് ഒപ്പം എത്തിയാൽ മധ്യ തിരുവിതാംകൂറിലും മേൽക്കൈ നേടാമെന്ന കണക്കുകൂട്ടലിലാണ് UDF.